കൂട്ടുകാർക്കും ഐറസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു തലക്കറിയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയൊരു നെയ്മീന്റെ ഒരു തലയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ വലിയ വലിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഓൾറെഡി ഇത് പീസാക്കി വെച്ചിരിക്കുകയാണ്. ഫ്രഷ് ആക്കിയിട്ടൊന്നും ഇല്ല. ഞാൻ ഫ്രഷ് ആക്കുന്നതിന് മുമ്പ് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതേപോലെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഞാനല്ല ഇത് കുക്ക് ചെയ്യുന്നത്. ഇതെന്റെ ഉമ്മച്ചിയാണ് ഇന്ന് ഈ തലക്കറി ഉണ്ടാക്കുന്നത്. അപ്പൊ ഇന്ന് ഉമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള തലക്കറിയാണ്. ഇത് നമ്മൾ വെക്കുന്നത് ഷാപ്പിൽ ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റൈലിലാണ് കേട്ടോ. അപ്പോ നമുക്ക് ഇത് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വരാം. ഞാൻ നന്നായിട്ട് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തു വന്നിട്ടുണ്ട്. ഇതിപ്പോ 1 കിലോ നെയ്മീന്റെ ഒരു തലയാണിത്. തൂക്കി നോക്കുമ്പോഴത്തേക്കും കറക്റ്റ് ഒരു 1 കിലോ ഉണ്ടാവും ഇത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു 5-6 പച്ചമുളക്. ഇതൊക്കെ കൂടി ഒരുമിച്ചിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇപ്പോ എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പേസ്റ്റ് ഒന്നും ആക്കണ്ട. അതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എല്ലാം ഒരുമിച്ചിട്ട് കടിച്ചാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്നും അത് ചതച്ചെടുക്കണം എന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. നമ്മളിപ്പോ നല്ല നാടൻ സ്റ്റൈലിൽ തന്നെയാണ് തലക്കറി വെക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു മൺചട്ടിയാണ് ഇപ്പോൾ അടുപ്പിൽ വെച്ചിരിക്കുന്നത്. നല്ല വിറകടുപ്പിൽ ഇത് വെക്കുമ്പം അതൊരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ നമുക്ക് കിട്ടും. ഗ്യാസ് അടുപ്പിലൊക്കെ വെക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ടേസ്റ്റ് ചിലപ്പം കിട്ടിയെന്ന് വരില്ല. അപ്പൊ ഞാൻ ഒരു നല്ല മൺചട്ടിയാണ് ഇതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. മൺചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ച വെളിച്ചെണ്ണ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഇപ്പൊ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയില് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ ഒരു 3-4 പീസ് ചെറിയുള്ളിയാണ് അതുകൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതൊന്ന് ഇളക്കി കൊടുത്തോണം കേട്ടോ. കാരണം വിറകടുപ്പായതുകൊണ്ട് നല്ല തീ അങ്ങ് കുറച്ചിടുക. ഗ്യാസിലാവുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഒക്കെ കുറച്ച് വെച്ച് ചെയ്യാം എന്നൊക്കെ പറയാം. പക്ഷെ ഇതിലാവുമ്പോഴത്തേക്കും നമ്മൾ വിറകിന്റെ ആ ഒരു അളവ് കുറച്ചൊന്ന് വെച്ച് കൊടുക്കുക. ഞാനിപ്പോ തീ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം തീ ഒന്ന് കുറച്ച് കൂട്ടിയിട്ട് കൊടുത്താൽ മതി. നമുക്ക് ഇതൊന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കാം. നമ്മൾ ഇതിന്റെ ഒരു കളർ ചേഞ്ച് ആവുന്നിടം വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. അതായത് ഇതിന്റെ ഒരു പച്ചമണം ഒക്കെ ഒന്ന് മാറണം. അതായത് ഈ വെളുത്തുള്ളിന്റെയും ഈ ചെറിയുള്ളി, ഇഞ്ചിന്റെ ഒക്കെ ഒരു പച്ചമണം ഒന്ന് മാറിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയുടെ അളവൊന്നും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല, ഇടുമ്പോ പറയാമെന്ന് വിചാരിച്ചു. മുളക് പൊടി പിരിയൻ മുളക്, പാണ്ടിമുളക്, അതായത് എരിവുള്ളത് എരിവില്ലാത്തതായിട്ടുള്ള 2 ടൈപ്പ് ഉണ്ട്. നമ്മളത് ഒരുമിച്ചാണ് പൊടിച്ചു വെക്കുന്നത്, സെപ്പറേറ്റ് ആയിട്ട് പൊടിക്കലില്ല. അപ്പൊ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് ഞാനൊരു 3 ടേബിൾ സ്പൂൺ മുളക് എടുത്തിട്ടുണ്ട്. കാരണം ഇത് നമുക്ക് എരിവ് വേണം. നല്ല എരിവാണ് ഇതിന്റെ മെയിൻ ഒരു ഘടകം തലക്കറിയുടെ. പിന്നെ എടുത്തിരിക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പിന്നീട് എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നീട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമ്മളിതിലേക്ക് ഒരു നുള്ള് ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാൻ പറഞ്ഞതുപോലെ തീ കുറച്ചിട്ട് വേണം ഇത് വഴറ്റേണ്ടത്, കരിഞ്ഞൊന്നും പോകരുത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോ ഇതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ്
ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഒരുപാട് വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം ഇത് നമ്മൾ ഷാപ്പിലെ ഒരു തലക്കറി ആ ഒരു സ്റ്റൈലിലാണ് വെക്കുന്നത്. അപ്പം അതിൽ ഒരുപാട് വെള്ളം വരില്ല. നമ്മളൊരു വറ്റിച്ചുള്ള രീതിയിൽ, ചാറ് കുറച്ചായിട്ടുള്ള രീതിയിലാണ് ഇത് വെക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പിന്റെ അളവൊന്നും പറയുന്നില്ല. ഉപ്പൊക്കെ നോക്കിയിട്ട് രണ്ടാമതൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതങ്ങ് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഈ ചാറിപ്പം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് കൊടംപുളി ഇട്ട് കൊടുക്കണം. ഞാനൊരു 2 പീസ് കൊടംപുളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കണം. എന്നിട്ടാണ് നമുക്ക് ഇതിലേക്ക് തലയുടെ പീസ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് അടപ്പൊന്ന് തുറന്നു നോക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ചാറൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഈ തലയൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോ തലയൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പതുക്കെ ഒന്ന് പൊടിയാതെ ഒന്ന് പതുക്കെ വേണം ഇത് മിക്സ് ചെയ്യേണ്ടത്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് അടച്ച് വെക്കണം. നമ്മുടെ തലക്കറിയൊക്കെ നല്ല ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നല്ല ചാറൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് കോരി കാണിക്കാം. കണ്ടാ, നല്ല ടേസ്റ്റാണ്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. ഇനി നമുക്ക് ഈ തീ ഒന്ന് കുറച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെക്കാം. തീ ഞാനങ്ങ് കുറച്ചിടുവാണ്. 5 മിനിറ്റ് ഇതൊന്ന് കനലിൽ കിടന്ന് കുറച്ചും കൂടി ചാറൊന്ന് വറ്റണം. അപ്പോൾ നമ്മുടെ തലക്കറി ഇവിടെ റെഡിയാവും. നമ്മുടെ തലക്കറി നല്ല ചാറൊക്കെ വറ്റി തിക്ക് ഗ്രേവിയോട് കൂടി വന്നിട്ടുണ്ട്. കുറച്ച് ചാറേ ഉള്ളൂ ഇത്. ഇതാ നല്ല കാണുമ്പോൾ തന്നെ നല്ല കപ്പ വേവിച്ചതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ എന്ത് ടേസ്റ്റ് ആയിരിക്കും അല്ലേ? അപ്പൊ എല്ലാവരും ഒന്ന് വേഗം തന്നെ ട്രൈ ചെയ്തോളൂ. വളരെ ടേസ്റ്റി ആയിട്ട് ആണ് ഇത് കിട്ടിയിരിക്കുന്നത്. അത് നല്ല വാഴ ഇലയില് ഞാൻ കുറച്ച് തലക്കറി അങ്ങോട്ട് കോരി വെക്കുവാണ് ചൂടോട് കൂടി. അപ്പൊ നമ്മുടെ തലക്കറി നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ടേസ്റ്റ് ചെയ്തു. ഇനി ഞങ്ങൾ ഇത് കപ്പ വേവിച്ചതിന്റെ കൂടെ കഴിക്കാൻ പോവാണ്. അപ്പൊ എല്ലാവരും വേഗം ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. അപ്പൊ എന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാന് മറക്കണ്ട. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കുക. അപ്പൊ നമുക്ക് പുതിയ പുതിയ റെസിപ്പീസുമായി കാണുന്നിടം വരെ താങ്ക് യു.